ആരാത്? ആരായാലും എന്താ, കാര്യം സാധിച്ചിട്ട് പോയാ പോരെ? അതൊരു പൊണ്ണല്ലേ? എന്റെ പേര് സോഹൻകുട്ടി. ഞാൻ അങ്ങ് കാണുന്ന വഞ്ചിമുക്ക്. മുക്കുന്ന കാര്യം എന്നോട് പറയുന്നത് എന്തിനാണ്? അയ്യോ, ഞാൻ സ്ഥലമാണ് പറഞ്ഞത്, വഞ്ചിമുക്ക്. കുട്ടി പഠിക്കുന്നതൊക്കെ എവിടെയാ? ആ കാണുന്ന കാടും മലയും പുഴയും കിടന്നാണ് ഞാൻ സ്കൂളിലേക്ക് പോകാറ്. ഏടി പൊട്ടിപ്പെണ്ണേ, ഇവിടുന്ന് ഒരു ബസ് കയറി ആ വളവ് വളഞ്ഞാൽ നിന്റെ സ്കൂൾ എത്തില്ലേ? പിന്നെ എന്തിനാണ് ഈ കുന്നും മലയൊക്കെ കയറുന്നത്? കുന്നും മലയൊക്കെ താണ്ടിയാണ് സ്കൂളിൽ പോയതെന്ന് നമ്മുടെ കുട്ടികളോട് തള്ളണ്ടേ? അമ്പടി ചിഞ്ചിനക്കടി, നമ്മുടെ കുട്ടികളോ? ഇപ്പൊ രാത്രി ആയിരിക്കുമല്ലേ പഠിത്തമൊക്കെ? അതെന്താ? പകല് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തമല്ലേ? ഞാൻ അടുത്ത കൊല്ലം മുതൽ കോളേജ് പഠിത്തമൊക്കെ നിർത്താൻ പോവുകയാണ്. അയ്യോ, അതെന്താ? പഠിച്ചിട്ടും ഒന്നും ആയില്ലെന്ന് നമ്മുടെ കുട്ടികൾ ചോദിച്ചാൽ ഞാൻ എന്തു പറയും? പ്രാരാബ്ദം പറയാമല്ലോ. ഓ കഷ്ടം. നാളെ 6 മണിക്ക് വരുമോ? അതെന്തിനാ? എനിക്ക് പോകാൻ ഒരുപാട് സമയം എടുക്കും. അയ്യോ, എന്റെ കാവിലമ്മേ, അവളുടെ മുഖം മാത്രം കണ്ടില്ല. എനിക്ക് ആകെയുള്ളൊരു വിഷമം, എന്ത് കണ്ടിട്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചതെന്ന് എന്റെ വീട്ടുകാരെ ചോദിച്ചാൽ എന്ത് കണ്ടിട്ടാണ് ഞാൻ എങ്ങനെ പറയും? അങ്ങ് സിറ്റിയിൽ പോയി പെട്ടെന്ന് പോകാനുള്ള മരുന്നും മേടിച്ച് പരീക്കുട്ടി കറുത്തമ്മയെ അന്വേഷിച്ച് നടക്കുന്ന പോലെ ഞാനും അവളെ അന്വേഷിച്ച് വയലുതോറും നടന്നു. അപ്പോഴാണ് എന്റെ ചങ്ങാതി മലവേടൻ എന്നോട് വന്ന് പറഞ്ഞത്, സോഹൻകുട്ടി, അങ്ങ് തെക്കുള്ളൊരു വീട്ടിൽ കക്കൂസ് വന്നെന്നാണ് കേട്ടത്. അത് നിന്റെ കുട്ടിയുള്ള വീടാണ്. മലവേട, നീ ഇവിടെ തോട്ടിലും ആറ്റിലും കഴിവ് നടന്നു. അവക്ക് അവിടെ ഒരു സുന തിരിച്ചാൽ വെള്ളം വരുന്നുണ്ട്. ബിസിനസ് ചെയ്യണമടാ, പണം ഉണ്ടാക്കണം. എന്നിട്ട് തിളക്കമുള്ള ഒരു കക്കൂസ് എന്റെ വീട്ടിലും പണിയണം. എനിക്ക് ബിസിനസിനുള്ള പണം? പണം അതിനുള്ള പണം പണം എപ്പോഴത്തെ പോലെ നീ ഇവിടെ ഇരുന്ന് മുക്കിക്കോടാ. കക്കൂസ് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു.